15-ാം നൂറ്റാണ്ടിലെ ഭാഷാ പണ്ഡിതനായിരുന്ന ജോൺ ക്ലർക്ക് മനുഷ്യരോർക്കാൻ എഴുതിയ ഒരു വരി ഇങ്ങനെയാണ്: വസന്തകാലം കരുതി വെക്കുന്നത് എന്താണെന്ന് മഞ്ഞുകാലം കണ്ടെത്തുന്നു. വസന്തകാലത്ത് നിങ്ങളെ തേടി അനേകരെത്തും. ഒരു കൈച്ചൂടിന്റെ ഇത്തിരി സുരക്ഷ വേണ്ട മഞ്ഞുകാലത്ത് നിങ്ങളോടൊപ്പം ആരാണുണ്ടാവുക? കൂടെ ഉണ്ടാവുമെന്ന് കരുതിയവർ മഞ്ഞുകാലം വരുമ്പോൾ വസന്തമുള്ള ഇടങ്ങളിലേക്ക് കൂടുമാറുന്നു. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ വൈകാരികമായ കുറിപ്പ് ഓർമ്മപ്പെടുത്തുന്നതും രാഷ്ട്രീയപരമായ ഈ കൂടെ നിൽക്കലിന്റെ ആവശ്യകതയെ പറ്റിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK മുന്നണി പിന്നാക്കം പോയിരുന്നു. കോൺഗ്രസും ഇടതു പാർട്ടികളും മറ്റു ചില പ്രാദേശിക കക്ഷികളും DMK മുന്നണിയിലായിരുന്നു. ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെയും തെരഞ്ഞെടുപ്പിൽ നേരിട്ടതും ചിലരെ വിജയിപ്പിച്ചതും MLA-മാരാക്കിയതും. ഇതിൽ കോൺഗ്രസിനെതിരെ സ്റ്റാലിൻ നടത്തുന്ന അതിരൂക്ഷ വിമർശനം വർത്തമാനകാലത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിന്റെ കൂടി നേർക്കാഴ്ചയാണ്. സഖ്യത്തിൽ നിന്നും 5 സീറ്റ് നേടിയ കോൺഗ്രസ് DMKക്ക് തുടർഭരണമില്ല എന്നുറപ്പായോടെ ഒറ്റക്കക്ഷിയായ വിജയിയുടെ TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു മുന്നണി മാറ്റത്തെപ്പറ്റി ഇത്രയും കാലം ഒന്നിച്ചുണ്ടായവർ ഒരാലോചന പോലും നടത്തിയില്ലെന്ന് DMK പറയുന്നു. TVKക്കുള്ള കോൺഗ്രസ് പിന്തുണ സത്യത്തിൽ പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന പരിപാടി തന്നെയാണ്. കേവല ഭൂരിപക്ഷം തികക്കാൻ പാടുപെടുന്ന TVKക്ക് 5 MLA-മാരുടെ പിന്തുണ വാഗ്ദാനം ചെയ്ത് 2 മന്ത്രിസ്ഥാനങ്ങൾ വാങ്ങിയെടുക്കുക. അതും തെരഞ്ഞെടുപ്പ് ഫലം വന്ന 48 മണിക്കൂറിനുള്ളിൽ കേന്ദ്ര നേതൃത്വമാണ് കോൺഗ്രസിനായി നിലപാട് വിവരിച്ചത്. ഇതോടെ തകർന്നത് ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ ഐക്യമാണ്. DMK ലോക്സഭാ നേതാവ് കനിമൊഴി പാർട്ടിക്ക് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്ന് സ്പീക്കർക്ക് കത്ത് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പാനന്തരം കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും സ്വീകരിച്ച അവസരവാദ നിലപാട് അവരുടെ തന്നെ രാഷ്ട്രീയ പോരായ്മകളുടെ നേർചിത്രമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാനന്തരം കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും സ്വീകരിച്ച അവസരവാദ നിലപാട് അവരുടെ തന്നെ രാഷ്ട്രീയത്തിന്റെ പോരായ്മയായി മാറുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി തമിഴ്നാട്. ഈ കുറിപ്പിലും സ്റ്റാലിൻ CPIM ഉൾപ്പെടെ ഇടതു പാർട്ടികളുടെ രാഷ്ട്രീയ മര്യാദയെ വാഴ്ത്തുന്നു. സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിനെ പിരിച്ചുവിട്ട് അസ്ഥിര ഭരണം സൃഷ്ടിച്ച് അതുവഴി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും BJPക്ക് വാതിൽ തുറക്കാനുമായിരുന്നു ഗവർണറുടെ ശ്രമം. അതിനെ ചെറുക്കാൻ തന്നെയാണ് DMKയും ഇടതുപക്ഷവും ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ പങ്കാളികളാവാതെ പുറമെ നിന്ന് ഇടതുപക്ഷം TVKയെ പിന്തുണയ്ക്കും. ഒരേ സമയം വർഗീയതയെ ചെറുക്കുകയും അതേസമയം മുന്നണി നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക. CPIM എടുത്ത നിലപാടിനെ സ്റ്റാലിനും ബഹുമാനിക്കുന്നു. അധികാരത്തിന്റെ കസേര കാണുമ്പോൾ കാലിന് ഇളക്കം വെക്കുന്ന കോൺഗ്രസിനോടാണ് അധികാരമല്ല അവസാനത്തെ വാക്ക്, അത് നയവും നിലപാടുമാണ്. അത് മാത്രമാണ് ഇപ്പോഴും നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.